ഡിയേഴ്സ്, എല്ലാവരുടെ സ്കൂളുകളിലും ഓൺ എക്സാം നടത്തുന്നുണ്ട് അല്ലേ? ഏത് സ്കൂൾ ആവട്ടെ, ഏത് സ്കൂളിൽ പഠിക്കുന്നവരാവട്ടെ, നിങ്ങളുടെ ഓൺ എക്സാമിന്റെ പേപ്പറിൽ ഉണ്ടാവുന്ന ക്വസ്റ്റ്യൻസ് ആണ് മിസ് പറയാൻ പോകുന്നത്. മിസ് പ്രെഡിക്റ്റ് ചെയ്യാൻ പോകുന്നടാ നിങ്ങളുടെ ഓൺ എക്സാമിൽ ആദ്യത്തെ ചാപ്റ്റർ സ്റ്റാറ്റിസ്റ്റിക്സ് സ്കോപ്പ് ആൻഡ് ഡെവലപ്മെന്റിൽ നിങ്ങൾക്ക് വരുന്ന ചോദ്യം ആദ്യത്തേത് എന്ന് പറയുന്നതടാ ഫാദർ ഓഫ് സ്റ്റാറ്റിസ്റ്റിക്സ് ആയിരിക്കും. ഇത് 1 മാർക്കിനായിരിക്കും ചോദിക്കുക. ഫാദർ ഓഫ് സ്റ്റാറ്റിസ്റ്റിക്സ് ചിലപ്പോൾ ഫാദർ ഓഫ് ഇന്ത്യൻ സ്റ്റാറ്റിസ്റ്റിക്സ് ചോദിക്കാം, അല്ലെങ്കിൽ ഫാദർ ഓഫ് മോഡേൺ സ്റ്റാറ്റിസ്റ്റിക്സ് ചോദിക്കാം. ഇന്ത്യൻ സ്റ്റാറ്റിസ്റ്റിക്സ് ആണെങ്കിൽ ആരാണ്? PC മഹലനോബിസ് ആണ്. ആൻഡ് ഫാദർ ഓഫ് മോഡേൺ സ്റ്റാറ്റിസ്റ്റിക്സ് ആണെങ്കിൽ RA ഫിഷർ ആണ് അല്ലെ. ദെൻ അടുത്ത റൈറ്റ് എ ഷോർട്ട് നോട്ട് ഓൺ NSSO എന്തായാലും വരൂടാ. ഇത് 3 മാർക്കിനായിരിക്കും വരിക. NSSOനെ കുറിച്ച് ഒരു ഷോർട്ട് നോട്ട് എഴുതാൻ നിങ്ങളോട് ചോദിച്ചിരിക്കും. ദെൻ അടുത്തത് റൈറ്റ് എ ഷോർട്ട് നോട്ട് ഓൺ എനി അപ്ലൈഡ് ബ്രാഞ്ച് ഓഫ് സ്റ്റാറ്റിസ്റ്റിക്സ് ആയിരിക്കും. എക്സാമിൻ ഇറ്റ്സ് റെലവൻസ് ഇൻ പ്രസന്റ് സിറ്റുവേഷൻ. അതായത് അപ്ലൈഡ് ബ്രാഞ്ച് ഇൻ സ്റ്റാറ്റിസ്റ്റിക്സ് നമ്മൾ 3 എണ്ണം പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ലെ. ഇതെന്തായാലും ഇടാ ചോദിക്കും. ഇതെന്തായാലും 4 മാർക്കിന് നിങ്ങൾക്ക് ചോദിച്ചിരിക്കും. നോക്കിക്കോ, നിങ്ങളുടെ എക്സാം പേപ്പർ തുറക്കുമ്പോൾ നിങ്ങൾ കണ്ടിരിക്കും. ദെൻ രണ്ടാമത്തെ ചാപ്റ്റർ ഏതാടാ വരുന്നത്? രണ്ടാമത്തെ ചാപ്റ്റർ നമുക്ക് വരുന്നത് കളക്ഷൻ ഓഫ് ഡാറ്റ ആണ് അല്ലെ. കളക്ഷൻ ഓഫ് ഡാറ്റയാണ് നമ്മുടെ രണ്ടാമത്തെ ചാപ്റ്റർ ആയിട്ട് വരുന്നത്. ഇതിൽ നിന്ന് നിങ്ങൾക്ക് ചോദിക്കാൻ പോകുന്ന ചോദ്യടാ ക്ലാസിഫൈ ദ ഫോളോയിങ് വേരിയബിൾസ് ആസ് ഡിസ്ക്രീറ്റ് ആൻഡ് കണ്ടിന്യൂസ്. നിങ്ങൾക്ക് കുറച്ച് വേരിയബിൾസ് തരും, അതിന് എന്ത് ചെയ്യും? ഡിസ്ക്രീറ്റും കണ്ടിന്യൂസും ആയിട്ട് തരം തിരിക്കാൻ പറയും. അതെന്തായാലും ചോദിക്കും, എന്തായാലും ചോദിക്കും. ഇത് 2 മാർക്കിനാണ് നിങ്ങളോട് ചോദിക്കാൻ പോകുന്നത്. ക്ലാസിഫൈ ദ ഫോളോയിങ് വേരിയബിൾസ് ആസ് ഡിസ്ക്രീറ്റ് ആൻഡ് കണ്ടിന്യൂസ് എന്നുള്ള കാര്യം നിങ്ങളോട് 2 മാർക്കിനാണ് നിങ്ങളോട് ചോദിക്കാൻ പോകുന്നത്. ദെൻ അടുത്ത നോക്കിയേ, റൈറ്റ് എ ഷോർട്ട് നോട്ട് ഓൺ എനി വൺ മെത്തേഡ് ഓഫ് പ്രൈമറി ഡാറ്റ കളക്ഷൻ. പ്രൈമറി ഡാറ്റ കളക്ഷന്റെ ഒരുപാട് മെത്തേഡ്സ് പറഞ്ഞിട്ടുണ്ട് അല്ലെ. അതിൽ ഏതെങ്കിലും ഒന്നിനെ കുറിച്ച് നിങ്ങളോട് എഴുതാൻ പറയും. ഒരുപാട് നമ്മൾ പഠിച്ചിട്ടുണ്ട്, അതിൽ ആകെ ഒന്നിനെ കുറിച്ച് മാത്രമായിരിക്കും നിങ്ങളോട് പറയുന്നത്. ഇത് 2 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആയിരിക്കും. ഇനി അടുത്തതായിട്ട് വരാൻ പോകുന്നത് പ്രിപ്പയർ എ ക്വസ്റ്റ്യൻ ടു കണ്ടക്ട് എ സർവേ. ഇത് നിങ്ങൾക്ക് essay ക്വസ്റ്റ്യനിൽ വരുന്ന ക്വസ്റ്റ്യൻ ആണ്. എന്തായാലും ഏതെങ്കിലും ഒരു സർവേനെ കുറിച്ച് നിങ്ങളോട് ക്വസ്റ്റ്യൻ പ്രിപ്പയർ ചെയ്യാൻ പറയും. നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? 20 to 25 ക്വസ്റ്റ്യൻസിന്റെ ഉള്ളിൽ വേണമല്ലേ ആ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. അതൊരു ലോജിക്കൽ ഓർഡറിൽ വേണം. അതൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. എന്താണ്? പ്രിപ്പയർ എ ക്വസ്റ്റ്യൻ ടു കണ്ടക്ട് എ സർവേ. ഏതെങ്കിലും ഒരു സർവേ ആയിരിക്കും. ഏത് സർവേ ആയിക്കോട്ടെ, നിങ്ങൾക്ക് എന്തായാലും ഇത് essay ക്വസ്റ്റ്യനിൽ ഉണ്ടാവൂടാ. ഏത്? ക്വസ്റ്റ്യൻ പ്രിപ്പയർ ചെയ്യാന്. ദെൻ അടുത്ത ചാപ്റ്റർ ഏതാണ് വരുന്നത്? അടുത്ത ചാപ്റ്റർ നമുക്ക് വരുന്നത് ക്ലാസിഫിക്കേഷൻ ആൻഡ് ടാബുലേഷൻ ആണ് അല്ലെ. ക്ലാസിഫിക്കേഷൻ ആൻഡ് ടാബുലേഷൻ ആണ് നമുക്ക് 3rd ചാപ്റ്റർ ആയിട്ട് വരുന്നത്. 3rd ചാപ്റ്റർ നിങ്ങൾക്ക് ചോദിക്കാൻ പോകുന്നത് കൺസ്ട്രക്ട് എ ഫ്രീക്വൻസി ടേബിൾ. ഇതെന്തായാലും ചോദിക്കും. ഫ്രീക്വൻസി ടേബിൾ അല്ലെങ്കിൽ റിലേറ്റീവ് ഫ്രീക്വൻസി ടേബിൾ അല്ലെങ്കിൽ പെർസെന്റേജ് ഫ്രീക്വൻസി ടേബിൾ. ഈ 3 ഫ്രീക്വൻസി ടേബിൾ ആണല്ലേ നമ്മൾ പഠിച്ചിട്ടുള്ളത്. ആ ടേബിളിൽ ഏതെങ്കിലും ഒന്ന് നിങ്ങളോട് ഉറപ്പായിട്ടും ചോദിക്കും. ഇത് എത്ര മാർക്കിനായിരിക്കും? 3 മാർക്കിനാണ് നിങ്ങളോട് ചോദിക്കാൻ പോകുന്നത് ഈ ഒരു ക്വസ്റ്റ്യന്. നിങ്ങൾ എന്തായാലും ഉറപ്പിച്ചോ, ഫ്രീക്വൻസി ടേബിളിൽ നിന്ന് ഒരു ക്വസ്റ്റ്യൻ ഉറപ്പാണടാ. ഇനി അടുത്ത ഏതാണ്? വിച്ച് ആർ ദ ടൈപ്സ് ഓഫ് ക്ലാസിഫിക്കേഷൻ ഓഫ് ഡാറ്റ. ക്ലാസിഫിക്കേഷൻ ഓഫ് ഡാറ്റന്റെ ടൈപ്സ് നമ്മൾ പറഞ്ഞിട്ടില്ലേ? 4 ടൈപ്സ് ഉണ്ട് അല്ലേ ക്ലാസിഫിക്കേഷൻ ഓഫ് ഡാറ്റ. അതെന്തായാലും 2 മാർക്കിന് നിങ്ങളോട് ആ 4 ടൈപ്സ് എഴുതാൻ പറയും. നിങ്ങൾ എഴുതില്ലേ? നിങ്ങൾക്ക് അറിയില്ലേ? ദെൻ അടുത്ത ഏതാണ്? അടുത്ത നമ്മുടെ ചാപ്റ്റർ 4 ആണ് ഡയഗ്രംസ് ആൻഡ് ഗ്രാഫ്സ് അല്ലെ. ഡയഗ്രംസ് ആൻഡ് ഗ്രാഫ്സ് ആണ് നമ്മൾ ചാപ്റ്റർ 4 വരുന്നത്. അതിൽ എന്തൊക്കെയാണ് ചോദിക്കുക? അതിൽ നിങ്ങൾക്ക് ചോദിക്കാൻ പോകുന്നത് ഡ്രോ എ സ്കാറ്റർ പ്ലോട്ട് ഓഫ് ദ ഫോളോയിങ് ഡാറ്റ. എന്തായാലും ഒരു ക്വസ്റ്റ്യൻ സ്കാറ്റർ പ്ലോട്ട് വരയ്ക്കാൻ നിങ്ങളോട് എന്തായാലും ചോദിക്കും. ഒരു സ്കാറ്റർ പ്ലോട്ടിന്റെ ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് എന്തായാലും വരും. ഇത് 3 മാർക്കിനായിരിക്കും സ്കാറ്റർ പ്ലോട്ടിന് ചോദിക്കുക. സ്കാറ്റർ പ്ലോട്ട് വരയ്ക്കാൻ പറയും. എന്ത് ചെയ്യും? എക്സിന്റെ വാല്യൂസ് ഒക്കെ X ആക്സിസിൽ എഴുതും, വൈന്റെ വാല്യൂസ് ഒക്കെ Y ആക്സിസിൽ എഴുതും. എന്നിട്ട് പോയിന്റ് ഇട്ട് കൊടുത്താൽ മതി അല്ലേ. സിമ്പിൾ അല്ലേ കാര്യം? അതെന്തായാലും നിങ്ങൾക്ക് ചോദിക്കാൻ പോകുന്നതാണ്. മറക്കരുത്, പഠിക്കാൻ മറക്കരുത്. നിങ്ങൾക്ക് ചോദിക്കും. ദെൻ അടുത്ത ഏതാടാ? 5ാമത്തെ ചാപ്റ്റർ ആണ് നമ്മുടെ സെൻട്രൽ ടെൻഡൻസി എന്ന് പറയുന്ന ചാപ്റ്റർ. നിങ്ങൾക്ക് എന്തായാലും ചോദിക്കാൻ പോകുന്നത് എന്തായാലും ദ വാല്യൂ ഓഫ് mean and median of a distribution are 35 and 40 respectively. Find the mode. നമ്മൾ മീനും മീഡിയനും മോഡും കൂടെ ചേർത്തിട്ട് ഒരു ഇക്വേഷൻ പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ. 3ഉം കൂടെ ചേർത്തിട്ടുള്ള ഒരു ഇക്വേഷൻ പഠിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്താണ്? ആ ഇക്വേഷൻ വെച്ചിട്ട് നിങ്ങളോട് മോഡ് അല്ലെങ്കിൽ മീന് അല്ലെങ്കിൽ മീഡിയൻ ഇതിൽ ഏതെങ്കിലും ഒന്ന് ഫൈൻഡ് ചെയ്യാൻ പറയും. 2 എണ്ണം തന്നിട്ട് ഒന്ന് നിങ്ങളോട് എന്തായാലും ഫൈൻഡ് ചെയ്യാൻ പറയും. ഇത് 2 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണ്. ദെൻ അടുത്ത ഡ്രോ എ ബോക്സ് പ്ലോട്ട്. എന്തായാലും നിങ്ങളോട് ബോക്സ് പ്ലോട്ട് വരയ്ക്കാൻ പറയും. എന്ത്? 4 മാർക്കിന് നിങ്ങളോട് ബോക്സ് പ്ലോട്ട് എന്തായാലും ഇവിടെ വരയ്ക്കാൻ പറയും. ഏതെങ്കിലും ഒരു ഡാറ്റ തന്നിട്ട് നിങ്ങൾക്ക് എന്തായാലും ബോക്സ് പ്ലോട്ട് വരയ്ക്കാൻ പറയും. അപ്പൊ ആരും മറക്കണ്ട, ഈ ക്വസ്റ്റ്യൻസ് നിങ്ങൾ പഠിക്കാൻ മറക്കരുത്. നിങ്ങൾ നാളെ എക്സാം പേപ്പർ തുറക്കുമ്പോഴാ എന്തായാലും ഈ ക്വസ്റ്റ്യൻസ് അവിടെ ഉണ്ടാവും. നിങ്ങൾ അപ്പോൾ ഓർക്കും, മിസ്സിന് ഓർക്കും. ദെൻ എന്തായാലും അടിപൊളിയായിട്ട് എഴുതുക, എക്സാം ഉഷാറാക്കുക. ആൻഡ്
അതിന്റെ കൂടെ തന്നെ ഈ ക്വസ്റ്റ്യൻസിന്റെ ആൻസേഴ്സും ഈ ക്വസ്റ്റ്യൻസിന്റെ എല്ലാ വഴികളും ചെയ്യാനുള്ള രൂപങ്ങളും എല്ലാം നമ്മൾ ലൈവ് ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട്. അതൊക്കെ ഒന്ന് കണ്ടു നോക്കുക. ദെൻ കമ്മ്യൂണിറ്റി ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക. ഓൾസോ സബ്സ്ക്രൈബ് ദ ചാനൽ. ഓക്കെ, then bye.